ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം പള്ളിച്ചട്ടമ്പിയാണ്. കുറേ നാളായിട്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലറും ടീസറും പോസ്റ്ററും അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. ടോവിനോയെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു മറവത്തൂർ കനവിലെ സമയത്തെ മമ്മൂട്ടിയുടെ ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ലുക്കിലേക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രെയിലറും പോസ്റ്ററും ഒക്കെ കണ്ടപ്പോഴേ നമുക്ക് ഓക്കെ, ഇതൊരു പീരിയോഡിക് ഡ്രാമ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നുള്ള ഒരു ഊഹം തോന്നിയിരുന്നു. എന്തായാലും തിയേറ്ററിലേക്ക് എത്തി. അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആർപ്പുവിളികളോടുകൂടി തുടങ്ങിയ സിനിമ പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ കുറച്ച് നേരം ഒന്ന് കഥയും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് ടൊവിനോയുടെ എൻട്രിയിലൊരു റെയിൻ ഫൈറ്റ് ഉണ്ട് ബാബുരാജുമായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു പട്ടക്ക് സാധനമാണ്. അങ്ങനെ ഫൈറ്റൊക്കെ ആയിട്ട് പോകുന്ന സിനിമ പിന്നീട് സെക്കൻഡ് ഹാഫോടുകൂടി ഇതിനൊരു നല്ലൊരു എലവേഷൻ വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഹൈ എലവേഷൻ വന്ന് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇനിയൊരു പാർട്ടിനുള്ളൊരു പരിപാടിയും കൂടെ വെച്ചെത്തിയിരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ടൊവിനോയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് കാലത്ത് നാടുകളിൽ ജീവിച്ചിരുന്ന ഈ മല്ലന്മാരെന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ചട്ടമ്പി എന്ന് ഇതിൽ പറയുന്നു. ഗുണ്ടയല്ല, പക്ഷെ അതുപോലെ ഇടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ചട്ടമ്പി. കൂടുതൽ സ്റ്റോറി ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അത് തിയേറ്ററിൽ, കാരണം ഇത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇത് ചർച്ച ചെയ്യുന്നത്. വളരെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഇവരുടേതായ രീതിയിൽ കുറച്ച് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇലക്ഷന് മുമ്പേ ഉള്ള റിലീസ് മാറ്റി വേറൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലേക്ക് ആക്കിയത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നതോടുകൂടി പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നീട് ആ ഒരു മനുഷ്യൻ ആ നാടിന് വേണ്ടി നിൽക്കുന്നതും അങ്ങനെ ഒരു പോകുന്നൊരു കഥയാണ്. ടൊവിനോ ഇതിൽ വളരെ ഭയങ്കര ലൗഡും ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ടൊവിനോ തോമസിൻ്റെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അല്പമെങ്കിലും ഒന്ന് ലൗഡായിട്ട് അല്ലെങ്കിൽ അല്പമെങ്കിലും ഓവർ ദ ടോപ്പ് ചെയ്തത് നമ്മുടെ ലോക്കയിലുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ആണ്. നമ്മൾ ഈ WWE ഉള്ള ചില റെസ്ലേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഇട്ടിച്ച് തെറിപ്പിച്ചിരിക്കുന്ന ഒരു ബുൾഡോസറൊക്കെ വരില്ല, ആ ഒരു എഫക്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി പുള്ളി നല്ല പോലെ ബോഡി ഫിറ്റ്നസ് ഒക്കെ സെറ്റ് ചെയ്താണ് ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നമ്മൾ പുള്ളിയെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആജാനുബാഹു നമ്മുടെ നേരെ വരുന്ന ആ ഒരു ഫീലാണ് ടൊവിനോ തോമസ് ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം നന്നായിട്ട് ആ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഫോർ ഡയലോഗ് ഡെലിവറിയിലേക്ക് വന്നപ്പോഴത്തേക്കും ആരോ എഴുതി കൊടുത്തത് നോക്കി വായിച്ച ആ ഒരു ഫീല് വരുന്നുണ്ട് പല സീനുകളിൽ. അല്ലെങ്കിൽ മേ ബി വളരെ കടുകട്ടിയുള്ള ഡയലോഗ്സ് ആണ്. അപ്പോൾ അത്രയും കടുകട്ടിയുള്ള ഡയലോഗ്സ് പറഞ്ഞപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടോ എന്തോ ഒരു കാണാതെ പിടിച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ നോക്കി വായിക്കുന്ന ഒരു ഫീല് പല സ്ഥലത്തും വരുന്നുണ്ട്. പക്ഷേ ഇടിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻറ്റൽ ഇടി, ഒരു ഇടിയൊക്കെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇടി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഭയങ്കര ഈ കട്ടി മീശ വെച്ച് അത് പിരിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ചിരിയും ഒരു ചെറിയൊരു സൈക്കോട്ടിക് ഒരു പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നൊരു ക്യാരക്ടറാണ്. സോ അതാണ് ആ ഒരു ചട്ടമ്പീര ഒരു സെൻട്രൽ ക്യാരക്ടർ. പിന്നെ വരുന്ന കയട്ട് ലോഹർ നായികയായിട്ടുണ്ട്. നായികയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ചെറിയൊരു ഫ്ലോട്ടിങ് പരിപാടികൾ, പാട്ടും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത്. കൊള്ളാം. ഭയങ്കര സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല. നായികയ്ക്ക് ശബ്ദം കൊടുത്തത് കുറച്ച് മോശമായിപ്പോയി. കയട്ടൂന് ചേരുന്നൊരു സൗണ്ട് അല്ല വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ നൈല ഉഷയ്ക്കൊക്കെ പറ്റിയൊരു സൗണ്ട് പോലെ തോന്നി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്തു. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നൈല ഉഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് പൊറിഞ്ചു മറിയം ജോസിലെ ഒരു പൊറിഞ്ചു ഉണ്ടല്ലോ, ആ ഒരു വൈബ് പിടിച്ചൊരു ക്യാരക്ടറാണ് ഇതിൽ ആ ചട്ടമ്പി. വരുമ്പോൾ തന്നെ ഒരു ഓറയും സ്ക്രീൻ പ്രസൻസും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന കഥയിലേക്ക് പിന്നീട് വിജയരാഘവൻ ആണെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. വെപ്പ് താടിയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു താടിയും ഒക്കെ വെച്ചിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, മോശമൊന്നുമല്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു വെപ്പ് താടി എന്നുള്ളത് അറിയില്ല, ബട്ട് സ്റ്റിൽ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുരാജ് കുറേ നാളിന് ശേഷം ഇതിൽ നല്ലൊരു ഇടി കൂടാനായിട്ട് നല്ലൊരു ഫൈറ്റ് സീനിൽ വന്ന് പോകുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് കുറച്ച് പേരുണ്ട്. അങ്ങനെ പിന്നെ സിദ്ദിഖിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു പള്ളിച്ചട്ടമ്പി. പക്ഷെ പള്ളിച്ചട്ടമ്പിയുടെ ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ക്യാമിയോ ആണ്. ഈ ക്യാമിയോ ആരെന്ന് ചിലപ്പോൾ മറ്റ് റിവ്യൂവേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് സോഴ്സിൽ നിന്നോ ഒക്കെ അറിയാൻ സാധ്യതയുണ്ട്. അറിയുന്നതിന് മുമ്പേ നിങ്ങളത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം. ഞാൻ ആരാണെന്ന് റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ ആ ക്യാമിയോയുടെ എൻട്രി ഇടി മുഴക്കം പോലെയായിരുന്നു ശരിക്കും. പണ്ട് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ സിനിമ വരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ എൻട്രിക്ക് തിയേറ്റർ കുലുങ്ങുന്നു. പക്ഷേ ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ക്യാമിയോ വ്യക്തിയുടെ എൻട്രിക്ക് ശരിക്കും തിയേറ്റർ ഒരു ഇറപ്റ്റായൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ശരിക്കും ഒരു ഇടിമുഴക്കം പോലെ ഒരാളെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അത്രയ്ക്കൊരു ജൈജാൻറ്റിക് ഒരു പവർ സംഭവമായിരുന്നു ആ ഒരു ക്യാമിയോ. ആ ക്യാമിയോ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഹൈ കിട്ടി. പിന്നെ അടുത്തൊരു പാർട്ടിനുള്ള രീതിയിൽ ലീഡിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അടുത്ത പാർട്ട് ഉണ്ടാകുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഡിജോയിലേക്ക് വരുമ്പോഴത്തേക്കും, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കാലമായിട്ട് ഒരുപാട് സൈഡിൽ നിന്ന് ചീത്തപ്പേരുകളും മറ്റും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്. കാരണം
നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ പൊട്ടി. ക്യൂരിന് ശേഷം എനിക്ക് തോന്നുന്നു മറ്റേ ജനഗണമനയിൽ ഒരു സ്കാം പോലെ നടത്തിയില്ല. അതായത് ഫസ്റ്റ് പാർട്ട് പകരം സെക്കൻഡ് പാർട്ട് കാണിച്ചിട്ട് സെക്കൻഡ് പാർട്ടിന് ഉള്ള കഥ ഫസ്റ്റ് പാർട്ടിൽ വെച്ചിട്ട് അത് ഇനി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ അതിനെക്കുറിച്ചൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ ചിലപ്പോൾ അത് ഉണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നു. എനിവേസ് ആ ഒരു സിനിമ, ആ ഒരു ജനഗണമന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വാളിറ്റി പടത്തിന് ശേഷം പിന്നീട് ഒന്നും നല്ല രീതി വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ടുകൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്കും കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അതായത് ആ ഒരു മലയാളി ഫ്രം ഇന്ത്യയിൽ കിട്ടിയ ചീത്തപ്പേര് മുഴുവൻ മാറ്റിക്കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൽ പല സ്ഥലങ്ങളിലും മേക്കിംഗ് കൊണ്ട് മാത്രം ഈ സിനിമ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരേണ്ടിയിരുന്ന കുറേ സീനുകളുണ്ട്, അതൊക്കെ മാറ്റി മേക്കിംഗ് കൊണ്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നെ അവതാറിൽ നിന്നൊക്കെ കുറച്ച് ചുരണ്ടിയിട്ടുണ്ട്. അതായത് അവതാറിൽ ഈ നമ്മുടെ ജേക്ക് സള്ളി പോയിട്ട് അവിടുത്തെ ഉള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യിക്കുന്ന അതൊക്കെ കുറച്ച് അതുപോലെ എടുത്ത് വെച്ചതുപോലെ എനിക്ക് തോന്നി അവതാർ സിനിമ. പിന്നെ കുറച്ച് വിയറ്റ്നാം കോളനി, അത്തരത്തിൽ കുറച്ച് പരിപാടികൾ ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വിഷു തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണിത്. ടോവിനോയുടെ ആരാധകർക്ക് ഉറപ്പായിട്ടും കൈയടിക്കാനും വിസിലടിക്കാനും ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റിയൊരു സിനിമ തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ റൊമാൻസും പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ റോ ആൻഡ് ലൗഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും എല്ലാം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ആ ഒരു ക്യാരക്ടർ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇതിൽ അത് മറ്റേ ട്രെയിലർ കണ്ടവർക്ക് തന്നെ അറിയാം, ഇതിനകത്ത് ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക, നീ ക്രിസ്റ്റഫറാണ്, ക്രിസ്തുവിനെ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലൊരു പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു എയിമാണ് ആ ഒരു ക്യാരക്ടറിന്. പിന്നീട് അത് പണ്ടത്തെ ആ ഒരു പൊളിറ്റിക്കലി നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. വളരെ പണ്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ആ ഒരു ഇൻസിഡൻറ്റിനെ ചൂട് പിടിച്ചുകൊണ്ട് പിന്നെ അതിനെ ഈ ഒരു കഥയിൽ കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. അപ്പോൾ ജെയ്ക്സ് ബിജോയ് ആണ്, നമുക്കറിയാം, ഭയങ്കര കിടിലമായിട്ട് മ്യൂസിക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലോകയിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ അത് തുടരും സിനിമയിൽ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് എന്താ പറയുക, പഴയ കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു പീരിയോഡിക് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ മ്യൂസിക്, പിന്നെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വരുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു മതത്തിൻ്റെ സൈഡിലുള്ള ഒരു മ്യൂസിക്കും അത്തരത്തിൽ കുറച്ച് പരിപാടികൾ ഇംപ്ലിമെൻറ്റ് ചെയ്താണ് ഈ ഒരു സിനിമയിലെ മ്യൂസിക് പോകുന്നത്. അപ്പം ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്സിയൊക്കെ പാടിയിട്ടുള്ളൊരു പാട്ട് അത് അവർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. മിശിഹായ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ നൈസായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് വൈസ് അല്ലാതെ BGM, പിന്നെ എന്താ പറയുക, ആ ഒരു കാട്ടുചെമ്പകത്തിൻ്റെ BGM പല ലവ് സീനുകളിലും വന്നു പോകുന്ന എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് വിഷുവിന് തിയേറ്ററിൽ പോയിട്ട് നല്ലൊരു അടിപ്പടം, അതിനോടൊപ്പം കുറച്ച് പീരിയോഡിക് ഡ്രാമ പോലത്തെ പരിപാടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിയൊക്കെ, അതായത് ഈ ഇടിപ്പടങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അല്ലാതെ ഒരു ഭയങ്കര ഒരു കിടിലം സിനിമയാണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷെ നമുക്കിങ്ങനെ ഒരു പീരിയോഡിക് ഡ്രാമ, ഒരു അടിപ്പടം കാണാം. അത് ചുമ്മാ ടൊവിനോയുടെ ഫാൻസിനൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാം, എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.